കിഡിലിനൊരു ഗെയിമാണ് ഇന്നത്തത്. നിങ്ങൾ അവസാനം വരെ കാണുക, വെറുതെ പറയുന്നതല്ല. ആദ്യം തന്നെ E4 നീക്കിക്കൊണ്ട് ഞാൻ ഇറക്കി. മറുപടി E5 വന്നിട്ടുണ്ട്, ഒരു മാറ്റവുമില്ല. D3 നീക്കി ഞാൻ സപ്പോർട്ട് കൊടുക്കുന്നു. അവർ മന്ത്രി ആദ്യം തന്നെ ഇറക്കി. മന്ത്രിയെ ഇറക്കി F6 ഇറക്കിയിട്ടുണ്ട്. നമുക്ക് കുതിരയെ ചാടിച്ചു. കുതിര നല്ല വൃത്തിക്ക് ചാടി വന്നു. എൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അറിയാം, കാസ്ലിംഗ് ചെയ്യാൻ വേണ്ടി അവർ നൈറ്റിനെ ഇറക്കിയിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മൾ കാസ്ലിംഗ് ചെയ്യാനുള്ള മറുപടി എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കാസ്ലിങ്ങിലേക്ക് കിടക്കുകയാണ്. നമ്മളത് കാസ്ലിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞു വരുന്നത് നമ്മുടെ എതിരാളി ഒരു സായിപ്പാണ്. സായിപ്പിനെ എങ്ങനെ തോൽപ്പിക്കണം എന്നൊക്കെ. കളി അടിപൊളിയാണ് കേട്ടോ. അവസാനം ഉണ്ടാകുന്ന സെക്കൻഡിൻ്റെ വിലയുള്ള നീക്കങ്ങളുമായിട്ട് അവസാനം വരെ ജസ്റ്റ് കാണുക. നൈറ്റിനെ ഇറക്കി. നൈറ്റ് H6 വന്നു. നമ്മൾ കാസ്ലിംഗ് കഴിഞ്ഞിട്ടുള്ള അടുത്ത പടിയായിട്ടുള്ള റൂക്കിനെ സെൻട്രലോട്ട് അടുപ്പിച്ചിട്ടുള്ള കിടിലം പരിപാടി നടത്തി. അവരും കാസ്ലിംഗ്. നമ്മൾ സെൻട്രൽ മുന്നോട്ടാക്കുന്നു. D4 കളിച്ചു. D4നെ വെട്ടാനിട്ട് കൊടുത്താണ്. D4നെ അവർ ഐശ്വര്യപൂർവ്വം വെട്ടിയിട്ടുണ്ട്. നമുക്ക് മന്ത്രിക്കെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. മന്ത്രി എന്തായാലും നൈറ്റ് വെട്ടിയെടുക്കാതെ വേറെ ഒന്നും ചെയ്യാൻ പോകില്ല. നൈറ്റ് വെട്ടിയെടുത്തു. നമുക്ക് അതുപോലെ തന്നെ നൈറ്റിനെ കളയാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ കുറച്ച് വിഷയമാവും. നൈറ്റിനെ കളഞ്ഞു. നൈറ്റിനെ എടുത്ത സ്ഥിതിക്ക് മന്ത്രി ചാടി വന്നു. മന്ത്രിക്ക് നമ്മളൊരു ചെറിയൊരു ആപ്പ് കൊടുക്കുകയാണ്. വീണ് ഇല്ല. എന്തായാലും നമ്മൾ ബിഷപ്പിനെ മാറ്റി മന്ത്രിക്കെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. മന്ത്രി ഈ ട്രാപ്പിൽ വീഴുമോ ഇല്ല എന്നൊക്കെ നമ്മൾ കണ്ടറിയണം. ചക്കം വീഴ്ത്തുമോ ഇല്ല എന്നൊക്കെ. എന്തായാലും വീണു. മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ മണ്ടത്തരം, മന്ത്രി ട്രാപ്പിൽ വീണു. ബിഷപ്പ് വന്ന ഉടനെ ബിഷപ്പിനെ ഓട്ടിക്കാൻ അല്ലെങ്കിൽ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആളെ ഇറക്കിക്കൊണ്ടുവന്നു. ആളെ ഇറക്കിയ സമയം കൊണ്ട് നമുക്ക് നൈസായിട്ട് മന്ത്രിയെ ചാടിപ്പറണ്ടെടുക്കാം. മന്ത്രി പോയ കാളെ പോലെ, മന്ത്രി പോയ കുതിരയെ പോലെ, മന്ത്രി പോയ ആനയെ പോലെയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ എതിരാളിയായ കറുപ്പ് കൊണ്ട് ഇറക്കി വന്ന പടച്ചിട്ട് ഇറങ്ങി വന്ന നമ്മളെ സായിപ്പ്. എന്തായാലും നമ്മൾ ബിഷപ്പിനെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് മാറുന്നു. ബിഷപ്പിനെ മാറി ഉടനെ അവർ പൂണുകൊണ്ടുള്ള അറ്റാക്ക് നടത്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മന്ത്രിയെ അടുത്ത് അങ്കത്തട്ടിലേക്ക് ഇറക്കാൻ വേണ്ടി നമ്മുടെ മന്ത്രിയും കൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഫയൽ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു ചെക്ക് മേറ്റ് നടത്തി ജയിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഫയൽ സ്ട്രോങ് ആയിട്ടുണ്ട്. കാണുമ്പോൾ അറിയാം. റൂക്കിനെ വെച്ച് നമ്മൾ E8 കൊണ്ടുവെക്കുന്നു. അവരുടെ റൂക്കിനെ വെച്ച് വെട്ടുന്നു. അടുത്ത മന്ത്രി കൊണ്ടുവന്ന് ചെക്കാക്കും. ഇതാണ് നമ്മുടെ പ്ലാൻ. പക്ഷേ അവർ അതിനു മുമ്പ് തന്നെ നമുക്ക് അറ്റാക്ക് ചെയ്തു. മന്ത്രിക്കെതിരെ അറ്റാക്ക് വന്നു. മന്ത്രിയെ മാറ്റി കളിക്കുകയാണ്. ഈ ഫയൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഈ ഫയലിലുള്ള സ്ട്രോങ് പക്ഷേ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരുടെ റൂക്ക് വന്നിട്ടുണ്ട്. റൂക്ക് എന്തായാലും സെൻട്രലോട്ട് വന്ന് നമ്മൾ റൂക്കിനെതിരെ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സംഭവിച്ചു. നമുക്ക് റൂക്കിനെതിരെ അറ്റാക്ക് വന്നു. നമ്മൾ നൈറ്റിനെ കളയുന്നു. നൈറ്റ് അപകടമാണ്. നൈറ്റിനെ ആദ്യം തന്നെ എടുക്കുന്നു. റൂക്കിനെ കളഞ്ഞുകൊണ്ട് തന്നെ നൈറ്റിനെ എടുക്കുന്നു. റൂക്കിനെ കളഞ്ഞതിന് ഉദ്ദേശമുണ്ട്. റൂക്കിനെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. നൈറ്റിനെ കളഞ്ഞു. അടുത്ത മൂവ്മെൻറ്റിൽ നമുക്ക് റൂക്കിനെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു മൂവ്മെൻറ്റ് നടത്തുമെന്ന് വെച്ചാൽ നമുക്ക് ആളെ പോയി എടുത്ത് ചെക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ടൈം ഔട്ടായി തോറ്റിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.